പവർ റൂം ഡെൻ റൂമിന്റെ ഡോറ് അൺലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ അർജുൻ വന്ന് പറഞ്ഞു, നിങ്ങൾ ഡെൻ റൂമിനെയാണ് ശിക്ഷിക്കുന്നതെങ്കിൽ, ഡെൻ റൂമാണ് ലോക്ക് ചെയ്യുന്നതെങ്കിൽ ലോക്ക് ചെയ്തോളൂ, 24 മണിക്കൂർ ലോക്ക് ചെയ്തിട്ടോളൂ, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അതല്ല ഒരാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ മുഴുവൻ ശിക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് അവിടെ അർജുൻ പറഞ്ഞു. ആ സമയത്ത് സിബിൻ പറഞ്ഞു, അല്ല, ഞങ്ങൾ ഒരാളുടെ മുഖം പുറത്തേക്ക് വലിച്ചു കീറാനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. നിങ്ങളുടെ എഫേർട്ട്, അർജുന്റെയും അപ്സരയുടെയും റസ്മിന്റെയും എഫേർട്ട് ഞങ്ങൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ റൂം തുറക്കാൻ തീരുമാനിക്കുകയാണ്. ഗബ്രിയുടെ അടുത്ത് ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു. ഗബ്രി എനിക്ക് ഞങ്ങളുടെ അടുത്ത് സോറി പറയേണ്ട ആവശ്യകത വരുന്നില്ല. ഗബ്രിയുടെ മുഖം മൂടി ഞങ്ങൾക്ക് വലിച്ചു കീറാൻ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ റൂം അൺലോക്ക് ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിബിനും പവർ ടീമും അങ്ങനെ ഡെൻ റൂം അൺലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഗബ്രി അവിടെ സോറി പറയാനായിട്ട് തയ്യാറായില്ല. ഗബ്രിയുടെ ഈഗോ അവിടെ സോറി പറയാനായിട്ട് സമ്മതിച്ചില്ല. അപ്പൊ അത് തന്നെയായിരുന്നു പവർ ടീമിന്റെയും ആവശ്യം. ഗബ്രി സോറി പറയുക എന്നുള്ളതും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഗബ്രിയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്നുള്ളത് തന്നെയായിരുന്നു പവർ ടീമിന്റെ ആവശ്യം. ഇതുപോലൊരു ആവശ്യം ജാസ്മിൻ പറഞ്ഞിട്ടും, ഇത്രയും വലിയൊരു കാര്യം ജാസ്മിൻ പറഞ്ഞിട്ടും ജാസ്മിനോട് അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഈഗോ മാറ്റി വെച്ചിട്ട് പവർ റൂമിന്റെ അടുത്ത് സോറി പറയാനായിട്ട് ഗബ്രി തയ്യാറാവുമായിരുന്നു. റിയൽ സ്നേഹമാണ് ജാസ്മിന്റെ അടുത്ത് ഉണ്ടായിരുന്നതെങ്കിൽ. പക്ഷെ അവിടെ സോറി പറയാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള റിലേഷൻ വളരെയധികം ഫേക്ക് ആണെന്നും അത് വെറും നാടകമാണെന്നും അവർ വീണ്ടും പ്രൂവ് ചെയ്തു എന്നുമാണ് പവർ ടീം അംഗങ്ങൾ ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പവർ ടീം ഡെൻ റൂം ക്ലോസ് ചെയ്തത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് അവരുടെ അടുത്ത് ഓക്കെ പറഞ്ഞിരിക്കുകയാണ്.